നമസ്കാരം. മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം എന്ന് ചിന്തിച്ചാൽ ഒരൊറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് മാരുതി എന്നുള്ള ബാഡ്ജിൻ്റെ ആവശ്യമില്ല, സുസുക്കി എന്നുള്ള ബാഡ്ജിൻ്റെ ആവശ്യമില്ല. സ്വിഫ്റ്റ് അത് തന്നെ ഒരു ബ്രാൻഡായിരുന്നു. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ അവസ്ഥ പുതിയ എഞ്ചിനിലേക്ക് കൊണ്ടുവന്നു. Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1197 cc എഞ്ചിനാണ്. നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 81 bhp പവർ വരുന്നുണ്ട്. അത് 5700 RPM-ലാണ്. 112 Nm ടോർക്ക് എന്ന് പറയാം. അത് 4300 RPM-ൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ക്ലെയിം ചെയ്യുന്ന മൈലേജ് 25-ന് അടുത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ പ്രീമിയം നേച്ചർ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ പുതിയ GST സ്ലാബിലേക്ക് വരുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ വേരിയൻറ്റും നമ്മളൊന്ന് താരതമ്യം ചെയ്യാൻ പോവുകയാണ്. പഴയ സ്ലാബിൽ നിന്നും പുതിയ സ്ലാബിലേക്ക് വരുമ്പോൾ എത്രത്തോളം വ്യത്യാസം വരും, വില വ്യത്യാസം വരും, അത് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും എത്രത്തോളം മാറ്റം നമുക്ക് കൊണ്ടുവരും. തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും സ്വിഫ്റ്റിന് അതിൻ്റേതായിട്ടുള്ള ആവശ്യക്കാരുണ്ട്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഒരു വാഹനത്തിനെ പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ Z12E എന്ന് പറയുന്ന ആ ഒരു വേർഷനിലേക്ക് ഈ ഒരു വാഹനത്തിന് എഞ്ചിൻ മാറ്റിയപ്പോൾ ഈ ഒരു വാഹനത്തിനുണ്ടായിരുന്ന പ്രീമിയം നേച്ചർ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ്. മൈലേജിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു പ്രാക്ടിക്കലി ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ 24 കിലോമീറ്ററൊക്കെ കമ്പനി മൈലേജ് ക്ലെയിം ചെയ്താൽ പോലും നമുക്ക് ലഭിക്കുന്നത് ഒരു 18 കിലോമീറ്റർ 19 കിലോമീറ്റർ ഒക്കെയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കുന്ന ഒരു 17 കിലോമീറ്റർ ഒക്കെയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം. ഇത് E20 പെട്രോൾ വന്നതുകൊണ്ട് എന്നുള്ള രീതിക്കൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ പഴയ ആ ഒരു പെപ്പി നേച്ചറൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാക്സിമം ഒരു ലോ ആൻഡ് ടോർക്കൊക്കെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഹൈൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനം സ്ട്രഗിൾ ചെയ്യുകയാണ്. പണ്ട് സ്വിഫ്റ്റ് ഓടിച്ച ആളുകളെല്ലാം ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ അകത്ത് കയറി ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകും എന്നുള്ളത് തമാശയായിട്ടുള്ളൊരു കാര്യമല്ല, 100% സത്യം തന്നെയാണ്. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും ആ ഒരു വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രീമിയം നേച്ചറൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ഹൃദയം, അതായത് എഞ്ചിൻ വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല ഈ 163 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും വെച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ എക്സ്പെഷ്യലി കേരളത്തിലെ റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ളത് കൊണ്ട് തന്നെ അടിമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എറീന ഷോറൂമിലൂടെ വരുന്ന സ്വിഫ്റ്റിന് LXi, VXi, ZXi പ്ലസ് ഇങ്ങനെയുള്ള 4 വേരിയൻ്റ് ആണുള്ളത്. ഇതിനകത്ത് CNGയും അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്, ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ AMD ട്രാൻസ്മിഷൻ ഉണ്ട്. അത് മാരുതി സുസുക്കി AGS എന്നാണ് അതിനെ വിളിക്കുന്നത്. നിലവിൽ മാരുതി സുസുക്കി അവരുടെ വാഹനങ്ങളുടെ പുതുക്കിയ GST പ്രകാരമുള്ള പ്രൈസ് വെച്ചിട്ടുള്ള എക്സ് ഷോറൂം പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. അതാദ്യമേ പറയട്ടെ. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് 2025 സെപ്റ്റംബർ 14 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വിഫ്റ്റ് LXi 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ, അതായത് അതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിന് നിലവിൽ ഇപ്പോൾ ഉള്ളത് 6,49,000 രൂപയാണ്. എങ്കിൽ 55,000 രൂപയുടെ കുറവ് വരും പുതിയ GSTയിലേക്ക് മാറുമ്പോഴത്തേക്കും. അതായത് 28% GST പ്ലസ് അതിൻ്റെ 1% സെസ് എന്നുള്ളത് മാറി 18% GST എന്നുള്ള രീതിക്ക് വരുമ്പോൾ 6,49,000 രൂപ അടിസ്ഥാന വിലയുള്ള ബേസ് വേരിയന്റിന്റെ വില 50,000 കുറഞ്ഞ് 5,94,000 വരും. ഇനി സ്വിഫ്റ്റിന്റെ VXi മാനുവൽ ട്രാൻസ്മിഷൻ അത് 7,30,000 പുതിയ GSTയിലേക്ക് വരുമ്പോഴത്തേക്കും 63,000 രൂപ കുറഞ്ഞ് 6,67,000 മാറും. ഇനി സ്വിഫ്റ്റിന്റെ VXi ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ട്. അത് VXiക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്നതാണ്. അതിന് 7,57,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് എങ്കിൽ പുതിയ GST സ്ലാബിലേക്ക് വരുമ്പോഴത്തേക്കും 60,000 രൂപയുടെ ഒരു കുറവ് അവിടെ ഉണ്ടായിരിക്കും. 6,92,000 രൂപ എന്നുള്ള രീതിക്ക് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് മാറും. ഇനി സ്വിഫ്റ്റിൻ്റെ ZXi എന്ന് പറയുന്ന വേരിയൻറ്റ്, അത് ഏറ്റവും ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വേരിയൻ്റ് ആണ്. 8,30,000 രൂപയാണ് അതിൻ്റെ നിലവിലുള്ള എക്സ് ഷോറൂം പ്രൈസ്. പുതിയ GSTയിലേക്ക് വരുമ്പോഴത്തേക്കും 7,59,000 എന്നുള്ള രീതിക്ക് മാറും. 71,000 to 72,000 രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും. ഇനി സ്വിഫ്റ്റിൻ്റെ ZXi പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ വേർഷൻ, അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 ലക്ഷത്തിൽ നിന്നും 77,000 കുറഞ്ഞ് പുതിയ GST സ്ലാബിലേക്ക് വരുമ്പോഴത്തേക്കും 8,23,000 എക്സ് ഷോറൂം പ്രൈസ് വരും. അതിൻ്റെ മുകളിൽ റോഡ് ടാക്സും ഇൻഷുറൻസും ഒക്കെ വരും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി AMTയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ AGSയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ VXi മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ VXi 1.2 ലിറ്റർ AMT ട്രാൻസ്മിഷൻ അതിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 7,80,000 രൂപയാണ് നിലവിലുള്ള പ്രൈസ് എങ്കിൽ പുതിയ GST സ്ലാബിലേക്ക് വരുമ്പോഴത്തേക്കും 7,13,000 അത് മാറും. അതായത് 67,000 രൂപയുടെ ഒരു ഡിഫറൻസ് അവിടെയുണ്ട്. ഇനി അതിന് മുകളിലുള്ള VXi ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. VXi അല്ല, VXi ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ AGS. അതിൻ്റെ നിലവിലുള്ള വില എന്ന് പറയുന്നത്
8,07,000 രൂപയാണ്. അത് 69,000 രൂപ കുറഞ്ഞ് 7,38,000 രൂപയായിട്ട് മാറും. ഇനി സ്വിഫ്റ്റിൻ്റെ ZXi എന്ന് പറയുന്ന വേരിയൻറ്റ് ഓട്ടോമാറ്റിക്കാണ്, AGS ആണ്. അത് 8,80,000 ആയിരുന്നെങ്കിൽ 8,80,000 രൂപയിൽ നിന്നും 75,000 രൂപയുടെ ഡയറക്റ്റ് കട്ടാണ്. അപ്പോൾ 8,05,000 രൂപയിലേക്ക് പുതിയ GST പ്രകാരം അതിൻ്റെ ഷോറൂം പ്രൈസ് വരും. ഇനി സ്വിഫ്റ്റിൻ്റെ ZXi പ്ലസ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,50,000 രൂപയാണ്. അതിൽ നിന്നും 81,000 രൂപയുടെ കുറവ് സംഭവിച്ച് 8,69,000 രൂപയിലേക്ക് അത് മാറും. ഇനി സ്വിഫ്റ്റിൻ്റെ CNG ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8,20,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന VXi വേരിയൻ്റ് ഉണ്ട്. അത് മാത്രമല്ല 8,47 സ്റ്റാർട്ട് ചെയ്യുന്ന VXi ഓപ്ഷനിലുണ്ട്. 9,20 സ്റ്റാർട്ട് ചെയ്യുന്ന ZXi എന്ന ഓപ്ഷനും ഉണ്ട്. അപ്പോൾ 3 വേരിയൻറ്റിലാണ് CNG അവൈലബിൾ ആയിട്ടുള്ളത്: VXi ഓപ്ഷണൽ, ZXi. അപ്പോൾ VXi എന്ന് പറയുന്ന വേരിയൻറ്റ് CNG പ്രകാരം വരുമ്പോൾ 8,20,000 നിന്നും 70,000 രൂപയുടെ ഒരു കുറവ് വന്ന് 7,50,000 ആയിട്ട് മാറും. ഇനി VXi ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റ് 8,47,000 നിന്നും 73,000 രൂപയുടെ കുറവ് വന്ന് 7,74,000 വരും. ഇതെല്ലാം പുതിയ GST പ്രകാരമാണ്, അതായത് 18% GST പ്രകാരമാണ് ഈ പ്രൈസ് വരുന്നത്. ഇനി ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ZXi എന്ന് പറയുന്ന വേരിയൻറ്റ്, അത് CNGയിൽ ഏറ്റവും ടോപ്പ് എൻഡ്, അതിൻ്റെ വില 9,20,000 ആയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് 1,06,000 രൂപ കുറഞ്ഞ് 8,14,000 രൂപയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം പുതിയ GST പ്രകാരമുള്ള ഷോറൂം പ്രൈസാണ്. അത് നിലവിൽ വരുമ്പോൾ അതിൻ പ്രകാരമുള്ള ചേഞ്ച് റോഡ് ടാക്സിലും ഇൻഷുറൻസിലും ഒക്കെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും 2025 സെപ്റ്റംബർ 22 ശേഷമാണ് കൃത്യമായിട്ട് മാരുതി സുസുക്കിയുടെ ഈ ഒരു വില അല്ലെങ്കിൽ പുതിയ GST പ്രകാരമുള്ള ഷോറൂം പ്രൈസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിൻ പ്രകാരം എത്രയാണ് റോഡ് ടാക്സ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അല്ലാതെ ചാടി കയറി ചെന്ന് നിങ്ങൾ വാഹനം ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കാൻ പോകരുത്. ഇതിന് മുകളിൽ നിലവിൽ ഉള്ള ഓണം ഓഫേഴ്സൊക്കെ പല മാനുഫാക്ചേഴ്സും കളഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമുക്ക് കൃത്യമായിട്ടൊരു വിവരം ലഭിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിലവിൽ അങ്ങനെ ഓഫേഴ്സ് ഒന്നും ആരും എടുത്തു കളഞ്ഞിട്ടില്ല. ഓണം ഓഫേഴ്സൊക്കെ ഇപ്പോഴും മാരുതി സുസുക്കിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും അഷ്വറായിട്ട് ലഭിക്കുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ഒരു 30,000 രൂപയുടെ അടുത്തൊക്കെ തീർച്ചയായിട്ടും ക്യാഷ് ഡിസ്കൗണ്ട് ഓരോ വേരിയൻറ്റും ഓരോ മോഡലും അനുസരിച്ചൊക്കെ നമുക്ക് ലഭിക്കും. ഇപ്പം ഇഗ്നിസിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് 40,000 രൂപയാണ് അതിൻ്റെ AGSയിലേക്ക് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനിലാണെന്നുണ്ടെങ്കിൽ 30,000 രൂപയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇതിനെങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഓണം ഓഫേഴ്സും ഇനി അങ്ങോട്ട് ദീപാവലി വരുന്നുണ്ട്. അത് മാത്രമല്ല ഇയർ എൻഡ് ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നല്ല ഓഫറുകളുടെ ഒരു കാലഘട്ടം തന്നെയാണ്. ഓഫറും ഈ GST ബെനിഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഓൺ റോഡ് ഈ ഒരു വാഹനം അഫോർഡബിൾ പ്രൈസിൽ ഇറക്കാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വിഫ്റ്റിൻ്റെ പ്രീമിയം നേച്ചറൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. 3 സിലിണ്ടർ എഞ്ചിനായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിധി കൂടുതൽ ഈ ഒരു വാഹനം റേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ലാഗ് മനസ്സിലാകുന്നുണ്ട്. AMTയിലേക്ക് വരുമ്പോഴത്തേക്കും AMTയും ഈ ഒരു എഞ്ചിനും തമ്മിലൊരു കെമറാട്രി അത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. തീർച്ചയായിട്ടും മോശം എന്നുള്ളതല്ല. നമ്മൾ ഇഗ്നിസിൽ കണ്ടിട്ടുള്ള 1.2 VVT എഞ്ചിൻ, അതായത് K12 M എന്ന് പറയുന്ന എഞ്ചിൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ബലീനയിലൊക്കെ കാണുന്ന K12 N എന്ന് പറയുന്നതും കുറച്ചും കൂടെ ലാഗിയാണ്. പക്ഷേ K12 M എന്ന് പറയുന്ന എഞ്ചിൻ കുറച്ചും കൂടെ ബെറ്റർ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല വീഡിയോസ് കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.